ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുമ്പോണ്ടല്ല വേറെ ഒന്നല്ല, നമ്മൾ ജിമ്മിൽ വന്നിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കും. ഓ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാങ്ക് കൊടുത്തു, അതുകൊണ്ടാണ് നമുക്ക് ഇൻട്രോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നത്. വേറെ ഒന്നല്ല, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ജിമ്മിലോട്ടാണ്. നമ്മളെ താമസിക്കുന്ന ഈ ഒരു ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വല്ലാതെ ആൾക്കാരില്ലേ, ജിമ്മിലൊരു കുട്ടി പോലും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ട് വന്നതൊന്നുമല്ല, വളരെ കുറച്ച് തടിയൊന്നും കൂടിയിട്ടുണ്ട്. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, ഇവിടെ ഫുഡ് അടിയാണ് മെയിനായിട്ട്. സോ ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിടുക, വേറെ വലിയ പണികളൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇനി മുതൽ വിചാരിച്ചിട്ട് 5 മിനിറ്റ്, അതിന് കൂടുതലുള്ള ഓവറാക്കലില്ല. 5 മിനിറ്റ് ചിലപ്പോൾ അതിന് കുറവ്, അങ്ങനെയുള്ള ചെറിയ വ്ളോഗ് ഇടാം. ചിലപ്പോൾ 10 ആൾക്കാർ കാണുള്ളൂ. എന്തായാലും നമ്മൾ ഫോളോവേഴ്സിൽ നിന്ന് 10 ആൾക്കാർ കണ്ടാൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഇല്ല, സോറി, ഇൻട്രോ ആണ്. ഓക്കെ, അതായത് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ ജിമ്മ് എന്ന് പറയുന്നത് ഇതാണ്ടാ. ഞാൻ ഫുൾ സെറ്റപ്പിലൊക്കെ മുടിയൊക്കെ ഈരി വന്നത്. പക്ഷെ ഇവിടെ ആരുമില്ല, വേറൊന്നുമല്ല, ഇവിടെ കണ്ടില്ലേ, വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഇങ്ങനൊരു മെഷീനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന പോലെ ഡംബൽസ് കുറച്ചുണ്ട്. ഇത്ര ഉള്ളൂട്ടാ. നല്ല ഭംഗിയാണ് കാണാം ഈ ജിമ്മ്. ചെറുതാണെങ്കിൽ എന്താ, വളരെ ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു ജിമ്മാണ്. പക്ഷെ പുറത്തുള്ളവരൊക്കെ കണ്ടില്ല, അവരൊക്കെ പുറത്തുള്ള ജിമ്മിലോട്ട് പോകണ്ട. സോ നമുക്ക് ഈ ഒരു ജിം എന്ന് പറയുമ്പോൾ ഒരു ഫാനുണ്ട്, അതുപോലെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ട്രെഡ്മില്ല്, ഇതൊക്കെയാണ് കണ്ടില്ല. നല്ലൊരു അടിപൊളി സംഭവം. ഇതെന്താ സാധനം എന്ന് അറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ. നമ്മളൊക്കെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അറിയുന്ന ആൾക്കാർ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. then നമുക്ക് കാണാം നോ സ്മോക്കിംഗ്, എല്ലാ സംഭവങ്ങളും ഒട്ടിച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്, സൈക്കിള്, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ നമുക്ക് ഇന്നെന്തായാലും നമ്മൾ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, വലിയ രീതിക്കുള്ള വെയിറ്റ് ഒന്നും എടുത്ത് അടിക്കുന്നില്ല. അവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ട്രെഡ്മില്ലിൽ ഓടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സോ നമുക്ക് നേരെ അത് ഓടാം. ഓക്കെ, നമുക്ക് ഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, എന്ത് തേങ്ങയെന്ന് അറിയില്ല, സാധനം വർക്കാവണില്ല ഈ ട്രെഡ്മില്ല്. ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വല്ല സൈക്കിൾ അങ്ങനെ വല്ലതും ഓടിക്കണം. ഇവിടെ കറണ്ടും ഇല്ല തോന്നുന്നുണ്ട് ജിമ്മിലിട്ടാ, എന്താണെന്നറിയില്ല. പലതരം സൈക്കിളുകളുണ്ട്. ഈ സൈക്കിളൊക്കെ നമ്മളൊക്കെ GTA San Andreasലൊക്കെ കളിച്ചതൊക്കെ അറിയാട്ടോ. ഈ ഒരു സൈക്കിൾ നല്ല ഭംഗിയുണ്ടല്ലേ. സോ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സൈക്കിൾ ഓടിച്ച് ഇറക്കയിലും ചെയ്യാം. നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ കുറേ പിള്ളേരും അവരായിട്ട് കുറേ തള്ളൊക്കെ തള്ളിയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയും. ഇവിടെ എന്ത് ശോകം. എന്തായാലും ഒറ്റയ്ക്ക് നമുക്ക് കുറച്ച് നേരം ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യാം. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, നമുക്കിനി സ്വിമ്മിങ് ചെയ്യണം. അത് നമ്മളെ അനിയനക്ക് മദർസ, അപ്പോൾ അവൻ്റെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിമ്മിങ് ചെയ്യണം. ഇവിടെ എന്തൊരു കാറ്റാന്നറിയോ, ഒടുക്കത്തെ കാറ്റ്. ഇവിടെ എന്ത് കാറ്റാന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കാറ്റ്. സോ ഇനി എന്തായാലും നമുക്ക് കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിടക്കാം. അല്ലെങ്കിൽ വേണ്ട, എന്തായാലും കടയിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് കാണാം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ സൺഡേ നമ്മൾ എന്തായാലും വ്ളോഗ് ഇടും. സൺഡേ അല്ല, തോന്നുമ്പോഴൊക്കെ നമ്മൾ വ്ളോഗ് ഇടും. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം, സപ്പോർട്ട് ചെയ്യുമല്ലോ. ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിലൊക്കെ വീഡിയോ അടുത്ത ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഇടാം. ഓക്കെ, സോ എന്തായാലും ഇതുവരെ നമ്മളെ തള്ളൊക്കെ കേട്ടിരുന്നതിന് താങ്ക് യു, ബൈ.